എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് കാരണം വേറെ കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ ഒരു വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ ലൊക്കേഷൻ, ഞാൻ വർക്ക് ചെയ്യുന്ന എൻ്റെ പ്ലേസ് അത് എന്താണെന്ന് നിങ്ങളുമായിട്ടൊന്ന് ജസ്റ്റ് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം തന്നെ ഒട്ടുമിക്കതും തന്നെ നമ്മൾ തന്നെ ചെയ്തതാണ്. അപ്പോൾ അതിലെന്തെല്ലാമാണ് അപ്പോൾ എനിക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ എനിക്ക് ആ ഒരു വർക്ക് ലൊക്കേഷനിൽ വേണ്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്ത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളെ ഒന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഇനി ഓരോരോ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂമിൽ ആദ്യം എനിക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് നോൺ ഇന്ററപ്റ്റ് ആയിട്ടുള്ള ഒരു സപ്ലൈ ആയിരുന്നു. അപ്പോൾ അതാ ഇപ്പൊ കറണ്ട് ഇല്ല, പക്ഷെ ഇവിടെ ഇപ്പൊ സപ്ലൈ ഉണ്ടാകും. അപ്പൊ ഞാൻ ഇൻവെർട്ടറിൽ നിന്ന് സപ്ലൈ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഇപ്പൊ നമ്മുടെ ജംഗ്ഷൻ ബോക്സിൽ നമ്മുടെ ഈ ഒരു സപ്ലൈ വരുമായിരുന്നു. സിംഗിൾ ഫേസിന്റെ സപ്ലൈ, നോർമൽ സപ്ലൈ വരും. പക്ഷെ ഇവിടെ ഇൻവെർട്ടർ ഉണ്ട്. അപ്പം അങ്ങനെ ആയപ്പോഴത്തേനും നമുക്ക് ഇൻവെർട്ടറിന്റെ സപ്ലൈ ഇത് ഹെവി ലോഡ് എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഇത് കൊടുത്തിട്ടില്ല. അതല്ലാതെ ഇൻവെർട്ടറിന്റെ സപ്ലൈ കൊടുക്കണം. അപ്പൊ ഇതിൽ നിന്ന് ന്യൂട്രലും അതേപോലെ തന്നെ ഗ്രൗണ്ടും എടുത്തിട്ടുണ്ട്. ഫേസിന്റെ ഒരു ലൈൻ നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ സെയിം സ്വിച്ച് ബോർഡിൽ നിന്ന് ഒരു സ്വിച്ച് ബോർഡിലോട്ട് വരുന്ന സ്വിച്ചിന്റെ ലൈൻ കണക്ഷൻ എടുത്തിട്ട് നമ്മൾ അവിടെ കൊടുത്തിരിക്കുകയാണ്. ലൈൻ ത്രൂ ഇവിടെ കൊടുത്തിട്ട് നമ്മൾ ആദ്യം സപ്ലൈ എടുത്തു. പിന്നെ നമുക്കറിയാം മെയിൻ്റനൻസ് അല്ലെങ്കിൽ ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഷോർട്ടസ്റ്റ് ആംബിയർ റേഞ്ചിലുള്ള, അതായത് ഏറ്റവും വളരെ പെട്ടെന്ന് ഷോർട്ടായി അതായത് പോകുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ വെക്കണം. വേറൊന്നിനുമല്ല, നമുക്ക് ഇൻ കേസ് സർവീസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി എന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പോയിട്ട് മെയിൻ MCB അല്ലെങ്കിൽ ഇതിൽ പോയി എപ്പോഴും ട്രിപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ പവർ വന്നതിന് ശേഷം ഇവിടെ ഒരു D2 അതായത് 2 ആംബിയറിന്റെ ഒരു MCB വെച്ചിട്ടുണ്ട്. ഫോർ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ആണ്. അവിടെ നിന്ന് നമ്മൾ ലൈൻ എടുത്തിട്ടുണ്ട്. ലൈൻ എടുത്തിട്ട് ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടെസ്റ്റ് ബെഞ്ച് സെറ്റപ്പാണ്. ഓക്കെ, ഇതെന്റെ വർക്കിംഗ് ടേബിളുമാണ്. നിങ്ങൾക്ക് കാണാം വർക്കിംഗ് ടേബിളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതേപോലെ ഇത് എന്തിനാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൽ ആദ്യം തന്നെ വരുമ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇൻഡിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഇൻഡിക്കേഷൻസിൽ ഈ BCH അതായത് ഇതൊരു ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മെയിൻ പവർ ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലൈറ്റ് കത്തും. അപ്പോൾ അത് കത്തുമ്പോൾ ഉടനെ തന്നെ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു റെഡ് ബോക്സ് കണ്ടോ, ഒരു റെഡ് പിങ്ക് ബോക്സ്. ഈ പിങ്ക് ബോക്സിനുള്ളിൽ ഒരു പവർ സപ്ലൈ ഉണ്ട്, 7H ഒരു ബാറ്ററി സപ്ലൈ ഉണ്ട്. ഇപ്പോൾ ആ വൈറ്റ് ലൈറ്റ് കത്തുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാറ്ററി ഫുൾ ചാർജ് ഇടുന്ന. പിന്നെ അതിന്റെ അകത്തൊരു റെഡ് ഇൻഡിക്കേഷൻ, റെഡ് LED കൂടി ഉണ്ട്. അപ്പൊ നമുക്കത് ഇതായി കഴിഞ്ഞാൽ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ കട്ട് ആയിക്കൊള്ളും. അപ്പൊ ഇതൊരു ബാറ്ററി സപ്ലൈ ആണ്. ഈ ബാറ്ററി സപ്ലൈ നിന്നാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ളത്. അതായത് എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ ഒരു സപ്ലൈ വേണം. പല രീതിയിലുള്ള DC ലോഡ് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ എനിക്കൊരു സപ്ലൈ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ 12 വോൾട്ട് 7H ബാറ്ററിയിൽ നിന്നും ഞാൻ ഇവിടെ എനിക്ക് മിക്കപ്പോഴും നമുക്ക് വേണ്ടിവരെ ഇൻഡസ്ട്രിയൽ സപ്ലൈ നമുക്കൊരു 24 വോൾട്ട് വേണ്ടിവരും. അപ്പോൾ എനിക്കത് 24 വോൾട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൂസ്റ്റ് ഇത് ചെയ്തു. അതൊരു 7 ആംപിയർ 10 ആംപിയർ വരെയൊക്കെ നമുക്കിതിൽ സപ്ലൈ ചെയ്യാൻ പറ്റും. ബൂസ്റ്റ് കൺവെർട്ടർ കൊടുത്തിട്ട് ഇതിൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. എനിക്കിതിൽ നോബ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് പ്ലസ് മൈനസ്. അപ്പം ഈ നോബ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും വോൾട്ടേജ് മാറുന്നുണ്ട്. 24 അപ് ടു 30. ഇവിടെ ഈ ഒരു ഇതുള്ളതുകൊണ്ടാണ് ശരിക്കും കാണാത്തത്. ഇവിടെ 30.6 വരെ നമുക്ക് വോൾട്ടേജ് വേരി ചെയ്യാനായിട്ട് സാധിക്കും. മാറ്റും. ഇത് നമുക്ക് ഈ പവർ ഓൺ ഓഫ് സ്വിച്ചിന്റെയാണ്. സ്വിച്ചിന്റെയാണ്. അതേപോലെ തന്നെ ഇത് നമുക്ക് സപ്ലൈ ഓൺ ഓഫ് ആക്കാൻ പറ്റും. അതായത് ലൈക്ക് ഇതിപ്പോ ഓഫായി,
ബാറ്ററി ചാർജിങ്ങിന്റെ ഓഫായി. ഓക്കെ. പിന്നെ ഇതിന് വേറൊരു പർപ്പസും കൂടി ഉണ്ട്. ആ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പം ഈ ഒരു ഇത് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, DC ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, AC പോലെ തന്നെ DC ഷോർട്ട് സർക്യൂട്ട് വെച്ചിട്ടുള്ള MCB ആണ്. ഓക്കെ. 16 ആംപിയറിന്റെ ഒരു MCB വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതിൽ നിന്നുള്ള സപ്ലൈ കട്ടായി. പിന്നെ ഇതിൽ നമുക്ക് ടെസ്റ്റിംഗ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ ഇത് നമുക്ക് ടെസ്റ്റിംഗ് ആപ്ലിക്കേഷൻ, ലൈക്ക് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും 24 വോൾട്ടിന്റെ സപ്ലൈ നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയണം. അപ്പൊ അതിനൊക്കെ അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എന്റെ കയ്യിൽ ഒരു SMPS ഉണ്ട്. ഈ SMPSൽ നമുക്കൊരു സപ്ലൈ ചെക്ക് ചെയ്യാം. സപ്ലൈ ചെക്ക് ചെയ്യുമ്പോൾ 1 2 3 4 5 ഇതിന്റെ ലീഡാണ്. കുറെ ലീഡുള്ള SMPS ആണ്. ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ഞാനിത് ഓണാക്കി കാണിച്ചു തരാം. ആണോ 11.6 വന്നിട്ടുണ്ട്. ഇതിപ്പോ അതിൽ നിന്നും, അതായത് ഈ SMPS നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. SMPS അങ്ങനെ പല സപ്ലൈകൾ നമുക്കിപ്പോ 24 എത്രയാണോ DC ഇതുള്ളത് നമുക്കത് ചെക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ. അതേപോലെ തന്നെ ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നേരെ അതിലോട്ട് കൈകൊള്ളും. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു മൾട്ടിപ്പിൾ യൂസ് ഉണ്ട് ഈ ഒരു കാര്യത്തിന്. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ടെസ്റ്റിംഗ് ഇതിന് വേണ്ടിയിട്ടാണ് ആ ഒരു DC സപ്ലൈ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ AC മെയിൻ ആണിത്. മെയിൻ സ്വിച്ച് AC. അതായത് നമ്മുടെ ആംബിയർ മീറ്റർ കയറിയാണ് വരുന്നത്. അത് കറണ്ട് മെഷർ ചെയ്യുന്നതിനുള്ള സിംഗിൾ ഫേസിലൂടെ കയറിയാണ് വരുന്നത്. എത്ര ലോഡ് എടുക്കുന്നുണ്ടോ അത്രയും ലോഡ്. പിന്നെ അത് മാത്രമല്ല ആംബിയർ മീറ്റർ വെച്ചിരിക്കുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ചില സർക്യൂട്ടുകൾ കൂടുതൽ കറണ്ട് എടുത്ത് ഓണാവും. അപ്പൊ അതൊക്കെ ഈ അനലോഗ് വെച്ചുകൊണ്ട് തന്നെ ഗുണം എന്ന് പറഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ അതങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇത് ഓണാക്കി ഇതാകും. പിന്നെ എപ്പോഴും അറിയാലോ, മെയിൻ്റനൻസ് കാര്യത്തിൽ എപ്പോഴും നമ്മൾ ഡയറക്റ്റ് ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നേരെ കൊണ്ട് കുത്തി ഓണാക്കാൻ നോക്കാറില്ല. കാരണം അത് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ ആദ്യം നമ്മൾ അത് ഷോർട്ട് സർക്യൂട്ട് ആണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സിംഗിൾ ഫേസിംഗ് ഒരു സീരീസ് ലാമ്പ് കൊടുക്കണം. ആ സീരീസ് ലാമ്പാണ് ഇത്. ഇതിപ്പോ ഒരു ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ സീരീസ് ലാമ്പ് വർക്ക് ചെയ്യും. ഓക്കെ. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ജസ്റ്റ് ഒന്നുമില്ല, ആ ന്യൂട്രൽ ലൈനിൽ കൂടെ ഷോർട്ട് ചെയ്താൽ മതി. ഇല്ലാത്തപ്പോഴത്തേനും ഇതിങ്ങനെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലൈറ്റ് കത്തും, വോൾട്ടേജ് കാണിക്കും. ഇപ്പം 218 ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം കറണ്ടിൽ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുന്ന 218 സപ്ലൈ ഉണ്ട്. ഇത് SP എഴുതിയിട്ടുണ്ട്. ഇത് സോഫ്റ്റ് സ്റ്റാർട്ടറാണ്. അത് നോർമൽ സപ്ലൈ അല്ല, സോഫ്റ്റ് സ്റ്റാർട്ടറാണ്. അതായത് ഇതിന് മുകളിൽ ഒരു ചെറിയൊരു സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ആ സോഫ്റ്റ് സ്റ്റാർട്ടർ എന്തിനാ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സിന്റെ സാധനങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കാരണം ആ ഇനിഷ്യലി നമ്മൾ മിക്ക സാധനങ്ങളും ഒരു 7 ടൈംസ് കറണ്ട് ഒക്കെ എടുത്തിട്ടാണ്. പ്രത്യേകിച്ച് മോട്ടർ ആയിക്കോട്ടെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരു 7 ടൈംസ് സ്റ്റാർട്ടിങ്ങിൽ പെട്ടെന്നൊരു കറണ്ട് വരും. ആ സർജ് അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ, ഒരു സോഫ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിനുള്ള പ്രൊട്ടക്ഷൻ സർക്യൂട്ടാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു വീഡിയോ ഞാൻ ഇടാം. അപ്പൊ ആ ഒരു സപ്ലൈ സിംഗിൾ 230 തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷെ അത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് ഒരു സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്ലൈ എനിക്ക് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മുടെ നോർമൽ പ്ലഗ്. അതായത് ഇവിടെയാണ് ശരിക്കുള്ള 230 വരുന്നത്. അത് ഞാൻ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ ഇവിടെ ഞാനൊരു കൂടുതൽ ലൈറ്റ് വേണ്ടി വരുമ്പോഴത്തേനും, അതായത് എന്താ പറയുന്നത്, ചില സാധനങ്ങളൊക്കെ സെർച്ച് ചെയ്യേണ്ടി വരുമ്പോഴോ അല്ലെങ്കിൽ കാണാതെയൊക്കെ പോയി കഴിയുമ്പോഴോ അല്ലെങ്കിൽ കൂടുതൽ വെട്ടം വേണ്ടി വരുമ്പോഴത്തേനും ഞാൻ ആ ലൈറ്റ് ഇടാറുണ്ട്. ഓക്കെ. പിന്നെ ഇതിൽ കാണുന്ന ഒരു മീറ്റർ കാണാൻ പറ്റും. ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 3 ഫേസ്, അതായത് സിംഗിൾ ഫേസ്. ഇതിപ്പോ സിംഗിൾ ഫേസ് ആണല്ലോ. അപ്പൊ ചില സർക്യൂട്ട്സുകളൊക്കെ വരുമ്പോൾ 3 ഫേസ് ആയിരിക്കും. അപ്പൊ അതെനിക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ 3 ഫേസ് വേണം. അപ്പൊ അതിനുള്ള ആ ഒരു സംഭവം നമ്മൾ ഉണ്ടാക്കിയ ഒരു 3 ഫേസിന്റെ കൺവെർട്ടർ സർക്യൂട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ 3 ഫേസിന്റെ കൺവെർട്ടർ സർക്യൂട്ടിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, RYB എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ സംഭവം. അതേപോലെ തന്നെ നമുക്ക് 3 ഫേസിന്റെ ലോഡ് ചെക്ക് ചെയ്യണം. ഇതാണ് RYB എന്നുള്ള UVW RYB എന്നുള്ള ആ ലൈന് നമുക്ക് ലോഡ് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ VFD കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഡ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. ഇതിൽ എനിക്ക് 3 ലൈൻ കൊടുത്തിട്ടുണ്ട് 3 ഫേസിന്റെ. ഈ ലൈൻ ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഡ് ഇവിടെ കത്തും. ഓക്കെ, ആ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ ഫേസിന്റെ ന്യൂട്രൽ ലൈനാണ് അടുത്ത് കൊടുത്തിരിക്കുന്നത്. അത് പിന്നെ അടുത്തൊരു കാര്യമാണ്, നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ ഒരു സോൾഡറിംഗ് സ്റ്റേഷൻ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സോൾഡറിംഗ് എപ്പോഴും ഓൺ ആക്കിയിടും. അപ്പൊ അത് ഈ കൂടുതൽ കറണ്ട് പാഴ്ചെലവിനും അതേപോലെ തന്നെ അത് ലൈഫ്, അതായത് നമ്മുടെ സോൾഡറിംഗിന്റെ ലൈഫ് കുറയാനും ചാൻസ് ഉണ്ട്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കൺട്രോളർ, നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു ടെമ്പറേച്ചർ കൺട്രോളർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സെറ്റ് ടെമ്പറേച്ചർ. നമുക്ക് ഈ സെറ്റ് പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതിപ്പോൾ മാറുന്നുണ്ടോ? സെറ്റ് പോയിന്റ് 60, നേരത്തെ 50 ആയിരുന്നു. ഞാൻ 50 ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനിഷ്യലി അതിങ്ങനെ മാറ്റാൻ സാധിക്കും. ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഇപ്പോൾ ഓൺ ചെയ്തിട്ട് നമ്മൾ ഇനിഷ്യലി തന്നെ 50 കിടക്കും. ഇത് സോൾഡറിംഗാണ്. ഇപ്പോൾ സോൾഡറിംഗിന് ഞാനൊരു തെർമോകപ്പിൾ ഫീഡ്ബാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ തെർമോകപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സോൾഡറിംഗിന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കട്ടാവും. കാരണം ഓൾറെഡി ടെമ്പറേച്ചർ ഞാൻ ഓൺ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഇതുണ്ടോ, ചൂടാണ്, ഓൺ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. ഇതിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ആയി കഴിയുമ്പോഴത്തേനും ഓഫ് ആവും. അവിടെ ഒരു ഇൻഡിക്കേഷനും കാണിക്കും, റെഡ് ഇൻഡിക്കേഷനും വരും. ഒരു 50 ആ ഒരു റേഞ്ചിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ ആവട്ടെ, അപ്പോഴത്തേനും ബാക്കിയുള്ളത് നോക്കിയിട്ട് വരാം. ഇത് അതേപോലെ തന്നെ ഒരു DC നമുക്ക് ഇവിടെ ഒരു സപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആ ഒരു സപ്ലൈ അതിപ്പോൾ ഓഫ് ആയിട്ടുണ്ട്, പിന്നെ പോയി. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ ഒരു DC സപ്ലൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്യുവൽ സപ്ലൈ വേണ്ടി വരുമ്പോൾ ചിലപ്പോൾ ഒരു 5 വോൾട്ട് അങ്ങനെയൊക്കെ വേണ്ടി വരുമ്പോൾ ഞാൻ ഈ ഒരു സപ്ലൈയും കൂടെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇതിങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് വേരി ചെയ്യിക്കാം. അതായത് ഈ ഒരു വോൾട്ടേജ് നമ്മൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 12 നിന്നും 30 എത്താനാണ് ഈ വോൾട്ടേജ്. ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഒരു സെറ്റപ്പിന് വേണ്ടിയിട്ടാണ്. അതല്ല, നമുക്ക് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ, അതായത് പൾസ് വിത്തിന്റെ സംഭവങ്ങൾ, മോട്ടറിന്റെ സ്പീഡ് കൺട്രോളർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സപ്ലൈ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സപ്ലൈയിൽ നമുക്ക് അത്യാവശ്യം ഒരു 12 വോൾട്ട് 10 ആംപിയറിന്റെ ഒരു സപ്ലൈ നമുക്ക് എടുക്കാൻ പറ്റും. ഇതാണ് ഇതിന്റെ ആ ഒരു ഇത്. ഇപ്പൊ കണ്ടോ, ഇത് ഇപ്പൊ ചുമല ലൈറ്റ് കത്തുന്നില്ല, അത് ഓഫ് ആയതാണ്. സോൾഡറിംഗ് ആണ് ഓഫ് ആയതാണ്. 50 എത്തിയപ്പോൾ ഓഫായി. ഇനി അത് നമ്മൾ സോൾഡറിംഗ് ആണ് മാറ്റി കഴിയുമ്പോൾ എടുത്തു അത് വീണ്ടും ഓൺ ആയിക്കൊള്ളും. കണ്ടോ, ഓണായി. ആ രീതിയിൽ ഇത് ഓൺ ഓഫ് ആയി മാറിക്കൊണ്ടിരിക്കും. ഇതാണ് സീരീസ് ലാമ്പിന്റെ ലൈറ്റ് ആണ്. ഇത് 3 ഫേസിന്റെ ലോഡ് ചെക്ക് ചെയ്യാനുള്ള ലൈറ്റ് ആണ്. ഓരോ പ്ലഗ് പോയിന്റ്സിന്റെയും നമ്മുടെ വോൾട്ടേജ് പ്ലസ് ലൈറ്റ് ഇൻഡിക്കേഷൻസ് ആണ്. ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബൾബ് ഇട്ടിട്ടില്ല എന്നുള്ളൊരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള സപ്ലൈയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സംഭവം ഇത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു കപ്പാസിറ്റർ, ഇൻപുട്ട് കപ്പാസിറ്റർ ആണ്, 230 വന്നിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് സ്റ്റോർ ചെയ്യുന്ന കപ്പാസിറ്റർ ആണ്. ഈ ഒരു കപ്പാസിറ്ററിൽ എപ്പോഴും ചാർജ് വന്ന് നടക്കും. അപ്പം നമ്മൾ ആക്സിഡന്റലി തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് അടിക്കും. അപ്പോൾ അതിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് കളയണം. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു 230 ബൾബ് ഇട്ടിട്ട് കൊടുക്കും. അത് മാത്രമല്ല, എനിക്ക് 230 സിംഗിൾ ഫേസ് ലോഡ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമെങ്കിലും ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കപ്പാസിറ്ററിന്റെ അവിടെ ഷോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാർജ് ഇറങ്ങിപ്പോകുള്ളൂ, നമ്മൾ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. ഇതാണ് എൻ്റെ സോൾഡറിങ്, ഇതാണ് എൻ്റെ ടേബിള്, കൊച്ചു സ്ക്രൂ സെറ്റ് കാര്യങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള വർക്കുകൾ നമ്മൾ ഇങ്ങനെ PCB കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള വരുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പുകൾ കൂടുതൽ ഉപകാരപ്പെടും. ജസ്റ്റ് നമ്മുടെ കമ്പോണൻസ് വെച്ചിരിക്കുന്ന ആ ഒരു ഏരിയ ആണ്. പല ഡപ്പകളിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ബോർഡുകൾ ചെയ്യാനുള്ള ബോർഡുകൾ ആണ് കാണുന്നത്. എൻ്റെ പവർ സപ്ലൈ ഒരുപാട് ഇതിൽ നമുക്ക് സർക്യൂട്ടുകൾ ചെയ്യുമ്പോൾ പവർ സപ്ലൈ പലതരത്തിലുള്ള ആംബിയർ റേഞ്ചിലുള്ള പവർ സപ്ലൈ വേണം. 5, 2, 1. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈകൾ ടെസ്റ്റിംഗ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. കുറേ ട്രാൻസ്ഫോമർ, 10 വരെയുള്ള ട്രാൻസ്ഫോമേഴ്സ് അവൈലബിൾ ഉണ്ട്. അതുപോലെ കുറച്ച് റിലേ, അങ്ങനെയുള്ള കുറേ ആക്സസറീസ്. പിന്നെ ഉള്ളത് നമ്മുടെ ഇതിൻ്റെ അകത്താണ് ബാക്കിയുള്ള നമ്മുടെ കുറച്ച് കാര്യങ്ങൾ. ഇതല്ലാതെ വേറെ കുറേ ഇതുണ്ട്, അത് വേറെ റൂമിലൊക്കെ വെച്ചിരിക്കുകയാണ്. അത് ഈ പെയിന്റ് അടിച്ച് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പം ഇത്രയൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പം വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കീപ്പ് ഓൺ സപ്പോർട്ട് ആൻഡ് ഷെയർ. താങ്ക് യു.